Hello friends, welcome to the channel. We will talk multiple credit cards use problem Cibil score details multiple credit cards Cibil score discuss channel subscribe bell icon press notification Instagram Facebook description channel Amazon check നമ്മുടെ മെയിൻ ചാനൽ കാണാത്തവർ കണ്ടോ goodhappenshereajay ചാനൽ നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നു ലിങ്ക് സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക ഫോളോ ചെയ്യാട്ടാ അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിൽ നമ്മൾ അവൈലബിൾ ആണ് അപ്പോൾ ഫോളോ ചെയ്യാൻ മറക്കണ്ട ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നല്ല ചൂടാണ് അപ്പോൾ ഞാൻ ഫാൻ ഒന്നും ഇട്ടതാണ് അപ്പോൾ നമുക്ക് മെയിൻ സംഭവത്തിലേക്ക് പോവാം അപ്പോൾ നിങ്ങൾക്ക് അറിയായിരിക്കും മൾട്ടിപ്പിൾ ക്രെഡിറ്റ് കാർഡ് ഞാൻ ഒറ്റ വാക്കിൽ ഉത്തരം പറഞ്ഞു കഴിഞ്ഞാൽ മൾട്ടിപ്പിൾ ക്രെഡിറ്റ് കാർഡ് എടുത്തുകൊണ്ട് നമുക്ക് സിവിൽ സ്കോറിന് പ്രോബ്ലം ഒന്നും ഇല്ല പക്ഷേ അത് കറക്റ്റ് ആയിട്ട് യൂസ് ചെയ്ത് പോകണമെന്ന് മാത്രം അപ്പോൾ നിങ്ങൾ ആകെ നോക്കേണ്ടത് 2-3 പോയിന്റ്സ് മാത്രമേ ഉള്ളൂ എന്ന് വെച്ചാൽ നിങ്ങൾ ക്രെഡിറ്റ് കാർഡ് നിങ്ങൾക്കറിയാം ക്രെഡിറ്റ് കാർഡ് യൂസേഴ്സ് ആണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും അറിയായിരിക്കും ക്രെഡിറ്റ് കാർഡിൽ നമ്മൾ ക്രെഡിറ്റ് യൂട്ടിലൈസേഷൻ റേഷ്യോ എന്ന് പറഞ്ഞ സംഭവമുണ്ട് നമ്മുടെ ക്രെഡിറ്റ് റിപ്പോർട്ടിൽ അതായത് നമ്മളൊരു ക്രെഡിറ്റ് കാർഡ് എടുത്തു കഴിഞ്ഞാൽ നമ്മൾക്ക് അതിനൊരു ലിമിറ്റ് ഉണ്ടായിരിക്കും ആ ലിമിറ്റിൻ്റെ യൂസേജ് അനുസരിച്ചിട്ട് നമ്മുടെ സിബിൽ സ്കോർ കുറയും അപ്പോൾ അതിൻ്റെ ശരിക്കും ആക്ച്വലി ഇവർ റെക്കമെൻഡ് ചെയ്യുന്ന ഒരു പെർസെൻറ്റേജ് എന്ന് പറയുന്നത് 30 to 40% ആണ് അതായത് ഇപ്പോൾ എക്സാമ്പിളായിട്ട് നിങ്ങൾ പറയുകയാണെങ്കിൽ നിങ്ങളുടെ ഒരു ക്രെഡിറ്റ് കാർഡ് ഉണ്ട് അപ്പോൾ അതിൻ്റെ ഒരു ലിമിറ്റ് ടോട്ടൽ 50,000 രൂപ എന്നിരിക്കുക അല്ലെങ്കിൽ ഒരു 1 ലക്ഷം എന്നിരിക്കുക ഏറ്റവും മനസ്സിലായ എളുപ്പത്തിന് 1 ലക്ഷം രൂപ എന്നിരിക്കുക അതിൻ്റെ കാർഡിൻ്റെ ലിമിറ്റ് നമുക്ക് ആക്ച്വലി അലൗഡ് നമുക്ക് ഫുൾ യൂസ് ചെയ്യാം കറക്റ്റായിട്ട് നമ്മൾ സിബിൽ സ്കോർ മാനേജ് ചെയ്ത് പോകാനുള്ള ഒരു കറക്റ്റ് എമൗണ്ട് ആണ് നമ്മൾ ഉപയോഗിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ 1 ലക്ഷത്തിൽ മാസത്തിൽ നമ്മൾ 40,000 വരെ മാക്സിമം ഉപയോഗിക്കാൻ പാടുള്ളൂ ശരിക്കും 30,000 ഉപയോഗിക്കാൻ പാടുള്ളൂ 40,000 വരെ നമ്മൾ മാക്സിമം ഉപയോഗിക്കാൻ പാടുള്ളൂ എന്നുവെച്ചാൽ അതിൻ്റെ കൂടുതൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ക്രെഡിറ്റ് യൂട്ടിലൈസേഷൻ റേഷ്യോ കൂടുതലായിട്ട് കാണിക്കും അത് നമ്മുടെ സിബിൽ സ്കോറിനെ ഭയങ്കരമായിട്ട് ബാധിക്കണം എന്താ വെച്ചാൽ ക്രെഡിറ്റ് യൂട്ടിലൈസേഷൻ റേഷ്യോ ഒരു മെയിൻ പോയിന്റ് ആണ് നമ്മുടെ ക്രെഡിറ്റ് റിപ്പോർട്ടിലത്തെ അതിൻ്റെ റിപ്പോർട്ട് അല്ലെങ്കിൽ പോയിന്റ് ആഡ് ചെയ്യുന്ന ഒരു മെയിൻ ഒരു പോയിന്റാണ് അതിൻ്റെ മെയിൻ ഒരു ഘടകമാണ് അപ്പോൾ അത് നമ്മുടെ എന്താ പറയുക ക്രെഡിറ്റ് റിപ്പോർട്ടിനെ ബാധിക്കും ക്രെഡിറ്റ് സ്കോർ കുറയും അപ്പോൾ നിങ്ങളിപ്പോൾ ഞാൻ എക്സാമ്പിൾ പറയുന്നത് നമ്മുടെ ഞാൻ പറഞ്ഞപ്പോൾ നേരെ എക്സാമ്പിൾ പറഞ്ഞല്ലോ നമ്മുടെ ഒരു ക്രെഡിറ്റ് കാർഡിന് 1 ലക്ഷം രൂപയുണ്ട് പക്ഷേ നമുക്ക് ഒരു മാസം നമുക്ക് ചിലപ്പോൾ ഒരു 70,000-50,000 രൂപയുടെ ചിലവുണ്ട് വിചാരിക്കുക അപ്പോൾ നമ്മളെന്താ ചെയ്യുക അപ്പോൾ നമ്മൾ 70,000-50,000 ചിലവ് കഴിഞ്ഞാൽ നമ്മുടെ ക്രെഡിറ്റ് യൂട്ടിലൈസേഷൻ റേഷ്യോ കൂടി അപ്പോൾ നമ്മുടെ ക്രെഡിറ്റ് സ്കോർ കുറയും അപ്പം ആ സമയത്താണ് നമ്മളിപ്പോൾ മൾട്ടിപ്പിൾ ക്രെഡിറ്റ് കാർഡ്സ് ഉണ്ടെങ്കിൽ നമുക്കത് ഹെൽപ്ഫുൾ ആയിരിക്കും എന്താ വെച്ചാൽ ഇപ്പോൾ എക്സാമ്പിൾ പറയാം നമ്മളിപ്പോൾ ഒരു കാർഡ് 1 ലക്ഷത്തിനുണ്ട് നമ്മൾ വേറെ കാർഡ് കൂടി എടുത്തു അതിന് നമുക്ക് 1 ലക്ഷം രൂപ ക്രെഡിറ്റ് ലിമിറ്റ് കിട്ടിയിരിക്കാം അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നമ്മുടെ ടോട്ടൽ ലിമിറ്റ് എത്രയായി 2 ലക്ഷമായി നമ്മുടെ ചിലവ് എത്രയായി 8 ലക്ഷം 8,000 രൂപ അല്ല 80,000 രൂപയായിട്ടുള്ളൂ അപ്പം നമ്മുടെ എന്താ പറയുക 30-40% താഴെയാണ് വരുന്നത് അപ്പം നമ്മുടെ സിബിൽ സ്കോർ കൂടും സിബിൽ സ്കോർ കുറയുക എന്തായാലും കുറയില്ല കൂടും ചെയ്യും അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് മൾട്ടിപ്പിൾ അതിപ്പോൾ രണ്ട് എടുക്കാന്ന് നിങ്ങൾ മൾട്ടിപ്പിൾ ക്രെഡിറ്റ് കാർഡ് ഉണ്ടെങ്കിൽ നമ്മുടെ ഈ ക്രെഡിറ്റ് ലിമിറ്റ് കൂടുമല്ലോ അപ്പോൾ നമ്മുടെ യൂട്ടിലൈസ് ചെയ്യുന്നതിൻ്റെ റേഷ്യോയും കുറയും അങ്ങനെ നിങ്ങൾക്ക് ശരിക്കും മൾട്ടിപ്പിൾ ക്രെഡിറ്റ് കാർഡ്സ് ഉണ്ടെങ്കിൽ ഒരു ബെനിഫിറ്റ് ഭയങ്കരമായിട്ടുണ്ട് കേട്ടോ അത് നിങ്ങളുടെ യൂസേജ് നിങ്ങൾക്ക് കൂടുതലാണെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് ചെയ്യാവുന്നത് അതാണ് മൾട്ടിപ്പിൾ ക്രെഡിറ്റ് കാർഡ്സ് എടുക്കുക അങ്ങനെ നിങ്ങളുടെ ക്രെഡിറ്റ് ലിമിറ്റ് കൂട്ടുക എന്താ വെച്ചാൽ നമുക്ക് ടോട്ടൽ ക്രെഡിറ്റ് ലിമിറ്റിൻ്റെ 30% അല്ലെങ്കിൽ 40% നമുക്ക് ക്രെഡിറ്റ് റിപ്പോർട്ട് റെഡി ആകുമ്പോൾ കണക്കാക്കുക അപ്പോൾ നിങ്ങളിപ്പോൾ ഒരു കാർഡിൽ നിങ്ങൾ ഫുൾ യൂസ് ചെയ്യുന്നതായിരിക്കും ഇപ്പോൾ ഞാൻ എക്സാമ്പിൾ പറഞ്ഞുതരാം കുറേ പേർക്കുള്ള സംശയമാണ് നമ്മുടെ ഒരു 3 കാർഡ് ഉണ്ട് 3 കാർഡിൽ നമുക്ക് 1 ലക്ഷം ലിമിറ്റ് എന്ന് വിചാരിക്കുക നമ്മുടെ ഒരു കാർഡിൽ നമ്മൾ 1 ലക്ഷം ഫുൾ ലിമിറ്റ് യൂസ് ചെയ്യുന്ന വിചാരിക്കുക പക്ഷേ എന്നാലും നമുക്ക് നമ്മുടെ സിവിൽ റിപ്പോർട്ട് കുഴപ്പം വരില്ല അല്ലെങ്കിൽ ക്രെഡിറ്റ് റിപ്പോർട്ട് കുഴപ്പം വരില്ല എന്ന് വെച്ചാൽ നമുക്ക് ബാലൻസ് 2 lakh ഉണ്ട് അപ്പോൾ 3 lakhൽ 1 lakh പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മുടെ മെയിനായിട്ട് നമ്മുടെ യൂട്ടിലൈസേഷൻ റേഷ്യോ കൂടുന്നില്ല അപ്പോൾ അങ്ങനെ ഒരു ബെനിഫിറ്റ് നമുക്ക് മൾട്ടിപ്പിൾ ക്രെഡിറ്റ് കാർഡ്സ് എടുക്കുമ്പോൾ ഉണ്ട് കേട്ടോ അപ്പോൾ അതാണ് മെയിൻ പോയിന്റ് എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങൾക്ക് ശരിക്കും ആക്ച്വലി പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മൾട്ടിപ്പിൾ ക്രെഡിറ്റ് കാർഡ്സ് ഉള്ളത് നല്ലതാണ് പക്ഷേ അതിൻ്റെ ഒരു നെഗറ്റീവ് എന്ന് പറയുന്നത് ഇത് എല്ലാം കറക്റ്റായിട്ട് മാനേജ് ചെയ്ത് ബില്ലടച്ച് കറക്റ്റ് ഡ്യൂ ഡേറ്റിന് മുമ്പ് ബില്ലടച്ച് കൊണ്ടുപോകണം അല്ലെങ്കിൽ ചിലക്ക് ഇടിയോട്ട് പണി കിട്ടും എന്താ വെച്ചാൽ ഇതിന് എല്ലാത്തിനും നമുക്ക് സ്റ്റേറ്റ്മെൻറ്റ് ഡേറ്റും ഡ്യൂ ഡേറ്റും ഒക്കെ ഡിഫറൻ്റ് ആയിരിക്കും ശരിക്കും ആക്ച്വലി ഇപ്പോൾ നമ്മുടെ പുതിയ RBIയുടെ റൂൾ അനുസരിച്ച് നമുക്ക് 6 മാസത്തിൽ 1 വർഷം നമ്മുടെ ബിൽ ഡേറ്റ് മാറ്റാൻ പറ്റും അല്ലെങ്കിലും ശരിക്കും അങ്ങനെ ഇല്ലെങ്കിൽ നമുക്ക് ഇതെല്ലാം മാനേജ് ചെയ്യണമെങ്കിൽ കുറച്ച് പാടാണ് എന്താ വെച്ചാൽ എല്ലാത്തിനും ഡിഫറെൻറ്റ് ഡേറ്റ് ആയിരിക്കും എല്ലാം നമ്മൾ കറക്റ്റായിട്ട് ഓർത്ത് നിന്ന് കറക്റ്റ് ഡ്യൂ ഡേറ്റിന് മുമ്പ് ബില്ലടച്ചില്ലെങ്കിൽ ഇത് ശരിക്കും നെഗറ്റീവ് അല്ല 1 നെഗറ്റീവായിട്ട് ബാധിക്കും അപ്പോൾ അതാണ് എൻ്റെ മെയിൻ കോൺ എന്നും പറയുന്നത് അപ്പോൾ നിങ്ങൾ മൾട്ടിപ്പിൾ ക്രെഡിറ്റ് കാർഡ്സ് എടുക്കുന്ന ഒരു കുഴപ്പമില്ല കറക്റ്റായിട്ട് മാനേജ് ചെയ്ത് പോയി കഴിഞ്ഞാൽ സൂപ്പറാണ് കേട്ടോ അതാണ് നമ്മുടെ ആൻസർ വരുന്നത് അപ്പോൾ എന്തായാലും നമ്മൾ വീഡിയോ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നവർ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട ചാനൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട എന്തെങ്കിലും സംശയിക്കേണ്ട കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട നമ്മളെല്ലാ കമൻറ്റും കൊടുക്കുന്നതാണ് അപ്പോൾ ഞാൻ അടുത്ത് വിളിക്കണം ബൈ